യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ സന്ദേശം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ദയവായി ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. അത് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശത്തിന് ഒരു ആമുഖം എന്നവണ്ണം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവം നമുക്ക് നൽകുന്നതായ പ്രത്യാശയെക്കുറിച്ചാണ്. ഒരിക്കലും നമ്മളിൽ നിന്നും ഉളവാകുന്നതായ ഒന്നല്ല പ്രത്യാശ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായ പ്രതീക്ഷകൾ അല്ലെങ്കിൽ പ്രത്യാശകളാകട്ടെ, അവയൊക്കെയും നമ്മിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് നമ്മളുടെ ഊഹങ്ങൾ കൊണ്ട്, നമ്മുടെ റീസണിങ് കൊണ്ട് നമ്മളിൽ ഉളവാകുന്നതായ ചില പ്രതീക്ഷകളും പ്രത്യാശകളും. പക്ഷെ അനുഭവം കൊണ്ട് നമുക്കറിയാം അവയൊന്നും തന്നെ സ്ഥായിയല്ല. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുമില്ല. എന്നാൽ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ അത് ഉറപ്പുള്ളതായ പ്രത്യാശയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തു മൂലം ലഭിക്കുന്നതായ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നതായ സന്തോഷം അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ നമുക്ക് പ്രത്യാശയുടെ സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രത്യാശയുടെ സമൃദ്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ്. രക്ഷ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശിക്ഷയ്ക്ക് യോഗ്യരാകുകയും അതേപോലെ തന്നെ ശിക്ഷയുടെ ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യും. ഒരു കുറ്റബോധത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കും. അവയെല്ലാം മറികടക്കാനാണ് നമ്മൾ ഈ ലോകപ്രകാരം സന്തോഷിക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്ന് നിങ്ങളിന്ന് പരിശോധിച്ച് നോക്കിക്കേ. നിങ്ങൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നത്, നിങ്ങൾ കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, കൂടുതൽ ആഡംബരങ്ങളിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും പോകുവാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ പൂർണ്ണത വരുത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൂടിയ വസ്ത്രം ധരിക്കരുതെന്നോ നിങ്ങൾ ഇങ്ങനെ ലോകപരമായ കാര്യങ്ങൾ ചെയ്യരുതെന്നോ അല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ലോകത്തിലെ സന്തോഷത്തേക്കാൾ ഉപരി അതെ യേശുക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരണമെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ നല്ല ആഹാരം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. പക്ഷേ നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും ഈ ഭൂമിയിൽ ആകരുത്. അത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചില്ലേ? നമ്മളോട് പറഞ്ഞില്ലേ, പുഴുവും തുരുമ്പും കിടക്കുന്നതായ ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ നിങ്ങൾ സ്വരൂപിക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ ബാങ്കിൽ പണം ഇടരുതെന്നോ അല്ല, നമ്മുടെ കയ്യിലുള്ള സ്വർണം ഈ ലോകത്തിലെ ബാങ്കുകളിൽ പണയം വെക്കരുതോ എന്നൊന്നുമല്ല. മറിച്ച് അവിടെ തികച്ചും ആത്മീയമായ കാര്യമാണ് കർത്താവോട് സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് നിങ്ങൾ ആത്മീയമായ അർത്ഥത്തിൽ എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് എന്താ നമ്മളോട് പറയുന്നത്? നമ്മുടെ സമ്പാദ്യം നമ്മൾ സ്വർഗത്തിൽ വെക്കണമെന്നുള്ളത്. അതായത് നമ്മളുടെ നിക്ഷേപം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവ്. ആ ആത്മാവിനെ നമ്മൾ ഈ ഭൂമിയിൽ വെക്കരുത്. ഈ ഭൂമിയിൽ വെച്ചാൽ അത് ഈ ഭൂമിയിലുള്ള കീടങ്ങൾ നശിപ്പിച്ചു കളയും. ഈ ഭൂമിയിലുള്ള ആഗ്രഹങ്ങൾ അതിനെ നശിപ്പിച്ചു കളയും. പക്ഷേ നമ്മളുടെ ആത്മാവിനെ നമ്മൾ സ്വർഗത്തിൽ വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ സമ്പത്തിനെ നമ്മൾ സ്വർഗത്തിൽ സ്വരൂപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹൃദയം എവിടെ ഇരിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്? അതേ കർത്താവ് പറയുന്നത് നമ്മുടെ ഹൃദയം സ്വർഗത്തിൽ ഇരിക്കും. അതേ ഉയരത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇത് നമ്മെ വളരെ വ്യത്യസ്തരാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പരുന്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈഗിൾസ്, അവരുടെ വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും ഉയരത്തിലായിരിക്കും, വളരെ ഉയരത്തിലായിരിക്കും. നമ്മളിങ്ങനെ ആ ഈഗിൾസിനെ നോക്കിക്കൊണ്ടിരിക്കും. അവയിങ്ങനെ ശാന്തമായി പറന്നിറങ്ങുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അവരുടെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ഉയരമായിരിക്കും. ഉയരത്തിൽ നിന്നാണ് അവർ താഴേക്ക് നോക്കുന്നത്. ഈഗിൾസ് ഐ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വളരെ ചെറിയ ഒരു പദാർത്ഥത്തെ പോലും അതെ വളരെ ദൂരത്തുനിന്നും കാണുവാൻ, വളരെ ഉയരത്തു നിന്ന് കാണുവാൻ അതിന് സാധിക്കും. പക്ഷെ അവ വന്ന് അവയെ കൊത്തിയെടുത്തുകൊണ്ട് അവർ ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുന്നല്ല കഴിക്കുന്നത്. അവർ ഏറ്റവും ഉയരത്തിലുള്ള ഒരു മരത്തിന്റെ ശിഖരത്തിലോ അതേ ഒരു മലയുടെ മുകളിലോ കയറിയിരുന്ന് അവ കഴിക്കാൻ ഇടയായിത്തീരും.
അതിൻ്റെ അർത്ഥം അവ എപ്പോഴും ഉയരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആകണം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കും, നമ്മൾ പറന്നുയരും, ചിറകടിച്ച് ഉയരും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ആത്മീയർത്ഥം അതുതന്നെയാണ്. നമ്മളെപ്പോഴും ഇതുപോലെ ഉയരത്തിലായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ, അതെ, ഈ ഭൂമിയുടെ നന്മകളെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അവ നമ്മൾ എടുത്തുകൊണ്ട് പോയി നമ്മൾ ആയിരിക്കേണ്ടത് ഉയരത്തിലായിരിക്കണം. അത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതം, മൈ ലൈഫ് ഷുഡ് ബി ഓൺ ഹൈ. എൻ്റെ ജീവിതം ഏറ്റവും ഉയരത്തിലായിരിക്കണം. ഏറ്റവും ഉയരത്തിലായിരിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം, ദൈവത്തോടൊപ്പമായിരിക്കണം, അതേ, ദൈവവചനത്തോടൊപ്പമായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ആഗ്രഹവും ഒന്നും ഈ ഭൂമിയിലല്ല, മറിച്ച് അവൻ ഉയരത്തിലുള്ള അനുഭവമാണ്. അല്ലേ? അങ്ങനെയല്ലേ വിശുദ്ധ വേദോസം പറയുന്നത്? അതെ, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെന്ന് ബൈബിൾ പറയുന്നില്ലേ? നമ്മളെപ്പോഴും ആ ഉയരത്തിലുള്ള, അതേ, സ്വർഗത്തിലുള്ള, ദൈവത്തിലുള്ള നന്മകളെക്കുറിച്ചോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പ്രത്യാശയെക്കുറിച്ചാണല്ലോ. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ പ്രത്യാശ നൽകുന്നത്. റോമാലേഖനം 5:2 മുതലുള്ള വാക്യങ്ങൾ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നോക്കൂ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യമാണ്. അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ സാധാരണ നമ്മൾ കരയാറാണുള്ളത്, അല്ലെ? ലോകപ്രകാരം കഷ്ടങ്ങളിൽ ആളുകൾ വിലപിക്കുന്ന അനുഭവമാണ്. പക്ഷെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ ആരംഭിച്ചതായ വ്യക്തികൾ, രക്ഷയുടെ ആ അനുഭവത്തിൽ തുടരുന്നതായ വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടങ്ങളുടെ നടുവിൽ അവർ സന്തോഷിക്കുന്നവരായിത്തീരും, അവർ പ്രശംസിക്കുന്നവരായിത്തീരും. എന്തുകൊണ്ട് അവർ പ്രശംസിക്കുന്നു? കാരണം അവരുടെ ഉള്ളിൽ പ്രത്യാശ നൽകിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതേപോലെ തന്നെ അവർക്ക് വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നലെ വായിച്ച വാക്യം, അതിലേക്ക് നമുക്കൊന്ന് കടന്ന ശേഷം നമുക്ക് ഈ വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. റോമാലേഖനം 15:13 വാക്യം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. നോക്കൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. ദൈവം നമുക്ക് പ്രത്യാശ നൽകും, പക്ഷെ ആ പ്രത്യാശയിൽ നമ്മൾ സമൃദ്ധിയുള്ളവരായി തീരണം. ആ പ്രത്യാശയുള്ള സമൃദ്ധി എന്ന് പറയുന്നത്, അത് സൂചിപ്പിക്കുന്നത് ഏത് പ്രതികൂലത്തിന് നടുവിൽ പോലും പ്രത്യാശ നഷ്ടപ്പെടാതെ നിൽക്കുന്നതായ ആളുകൾക്കാണ് പ്രത്യാശയുടെ സമൃദ്ധിയുള്ളത്. അങ്ങനെ നമുക്ക് നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സഹായിക്കുന്നത്, നമ്മെ ശക്തിപ്പെടുത്തുന്നത്, നമ്മെ ഏബിളാക്കി, അതെ, കഴിവുള്ളവരാക്കി നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമാകുന്നു, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ, സഹായകൻ, നിങ്ങളെ സകലത്തിലും വഴി നടത്തുന്നതായ, നിങ്ങളെ പഠിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? ആ പരിശുദ്ധ ആത്മാവ്, ദൈവം നമുക്ക് പ്രത്യാശ നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ സമൃദ്ധിയുടെ ലക്ഷണമാണ് ഏതൊരു പ്രശ്നത്തിനും നടുവിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ, പ്രതികരിക്കാതെ ദൈവം വിടുവിക്കും, ഞാൻ യഹോവയുടെ രക്ഷ കാണും, ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണും. അതേ, എത്ര ശൂന്യതയുള്ള ഒരു അനുഭവമാണെങ്കിലും ഞാൻ ഒരു നിറവ് കാണുമെന്ന് പ്രതീക്ഷയോടുകൂടെ ഇരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഇല്ലാത്തതായ ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പ്രത്യാശയുടെ സമൃദ്ധിയില്ല. പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവം നമുക്ക് നൽകുന്നതായ ആ പ്രത്യാശയെ സമൃദ്ധിയുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണം. അങ്ങനെ തന്നെ നമുക്ക് പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകുന്നതായ ആ അനുഭവത്തെയാണ് റോമാലേഖനം 5:3 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് തന്നെയല്ല,
കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇതാണ് പ്രത്യാശയുടെ സമൃദ്ധി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രത്യാശയുടെ സമൃദ്ധി നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് കഷ്ടതയുടെ അനുഭവത്തിൽ, അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെല്ലാം തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ്. ആ കഷ്ടത നമുക്ക് സഹിഷ്ണുതയ്ക്ക് കാരണമാകുന്നു. സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിദ്ധത, അതായത് ദൈവത്തോടൊപ്പമുള്ള ആ ജീവിതത്തിന് വേണ്ടതായ വിശുദ്ധീകരണം നമുക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ കഷ്ടതകൾ വരുമ്പോഴും അത് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാര്യം നമ്മൾ പരിശോധിക്കണം. ആ കഷ്ടതകൾ നമ്മളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നത് നമ്മളിൽ ഈ സഹിഷ്ണുത ഉണ്ടാകുവാനും സിദ്ധത ഉണ്ടാകുവാനും അതുവഴി പ്രത്യാശ ഉണ്ടാകുവാനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയും തെളിഞ്ഞു വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ വേഗത്തിൽ ആ കഷ്ടത നമ്മുടെ സഹിഷ്ണുതയ്ക്ക് കാരണമായി തീരേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ സഹിഷ്ണുത? ഈ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ഈ സഹിഷ്ണുത ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹിഷ്ണുത തരും. അതേ കർത്താവ് യേശുക്രിസ്തുവിൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ലേ? അതുകൊണ്ടാണ് കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരിടയിൽ മിണ്ടാതിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നതിന്റെ കാരണം, അവൻ സഹിച്ച കഷ്ടങ്ങളിലൂടെ ദൈവം അവനെ സഹിഷ്ണുതയുള്ളവനാക്കി മാറ്റി. അതുകൊണ്ട് അവൻ അവിടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്, മറിച്ച് ദൈവത്തിന് മുമ്പാകെ സിദ്ധനായി, സിദ്ധതയുള്ളവനായി, വിശുദ്ധിയുള്ളവനായി, അതേ ആ ഒരു പ്രത്യാശയിൽ നിലനിൽക്കുന്നതായ ഒരു യേശുവിനെയാണ് നമുക്ക് ക്രൂശിൽ കിടക്കുമ്പോഴും കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആ പ്രത്യാശ എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ പ്രത്യാശ, അവർ എന്നെ ഇപ്രകാരം ക്രൂശിച്ചാലും, എത്ര വട്ടം അടിച്ചാലും തുപ്പിയാലും, എന്നെ രോമം പിടിച്ചു വലിച്ചാലും, അതെ ഞാൻ കല്ലറയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് വരുവാൻ യേശുവിനെ സഹായിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു കടന്നുപോയ കഷ്ടതകൾ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആ പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കടന്നു പോകുന്നതായ കഷ്ടതകൾ. പക്ഷേ ഈ കഷ്ടതയുടെ നടുവിൽ കരഞ്ഞിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മൾ സന്തോഷിക്കുന്നവരായി തീരണം. നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ആ പ്രത്യാശയാണ്. അതായത് രക്ഷയുടെ പൂർത്തീകരണം, അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നോക്കൂ, എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അടുത്ത വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഞാൻ കഷ്ടതയിലൂടെ പോകുന്ന പല ദൈവമക്കളെയും കാണാറുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്നതായ പ്രശ്നങ്ങൾ, ദൈവമില്ലാത്തതായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ചാൺ കയറയിൽ അവരുടെ ജീവിതം തീർന്നേനെ, അല്ല ഒരു ബോട്ടിൽ വിഷത്തിൽ അവർ തീർന്നു പോയനെ, അല്ല അവരെ തന്നെ ഒടുക്കിക്കളയുന്നതായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നുപോയനെ. പക്ഷേ ഇങ്ങനെയുള്ള ദൈവമക്കൾ അവർ പതറുന്നില്ല, മറിച്ച് അതിൻ്റെ നടുവിലും അവർ ചിന്തിക്കുന്നു, അവർ പറയുന്നു, ഇല്ല, എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, സഹിക്കുവാൻ, നേരിടുവാൻ ദൈവം എനിക്ക് പ്രാപ്തി തരുന്നു. അതെ, ഞാൻ ഇവിടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അത് എനിക്ക് വേണ്ടി ദൈവം ഒരു ഭവനം ഒരുക്കിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നിലനിൽക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ ഇതൊക്കെ വരുമ്പോഴും പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോണം, അതെ, ഞാൻ ഈ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അബ്രഹാമിലും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കണം. 100 ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകാം അബ്രഹാമിന്. അതേ വാർദ്ധക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ലഭിച്ചതായ സന്തതി, അവൻ നശിച്ചു പോകുന്നത്, അവൻ ഇല്ലാതെ പോകുന്നത് അബ്രഹാമിനെ ചിന്തിക്കാൻ പോലും കഴിയാത്തതായ സാഹചര്യമാണ്. പക്ഷെ ആ ഒരു ദൈവത്തിന്റെ ചോദ്യത്തിൽ പോലും പതറാതെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത ഒരു അതേ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതേ അബ്രഹാം വിശ്വസിച്ചു, എൻ്റെ മകൻ വെന്ത് വെണ്ണീറായാലും ആ വെണ്ണീറിൽ നിന്ന്, ആ ചാരത്തിൽ നിന്നും ഞാൻ എൻ്റെ മകനെ പ്രാപിക്കും. കാരണം അതിനുള്ള പ്രത്യാശ അബ്രഹാമിനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രത്യാശ നമ്മെ സന്തോഷഭരിതരാക്കി നിർത്തുവാനിടയായിത്തീരും. ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട
പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം നോക്കൂ, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് ആ ദൈവത്തിൻ്റെ സ്നേഹത്താലാണ്. എനിക്ക് ഈ പ്രത്യാശ ദൈവം നൽകിയത് ആ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്താലാണ്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവ കഷ്ടതകൾ അതേ ദൈവത്തിൻ്റെ നിയന്ത്രണത്താൽ എനിക്ക് ദൈവം നൽകുമ്പോൾ, അവയുടെ നടുവിൽ എനിക്ക് സഹിഷ്ണുത ദൈവം പ്രദാനം ചെയ്യുമ്പോൾ, എനിക്ക് ദൈവം സിദ്ധത അതേ അവനോടുകൂടെ ജീവിപ്പാനുള്ളതായ ആ വിശുദ്ധി ദൈവം എനിക്ക് നൽകുമ്പോൾ, അതെ ഞാൻ മനസ്സിലാക്കുന്നു ഇത് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് നൽകപ്പെട്ട, നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നോക്കൂ, ഇത്ര വലിയ സന്തോഷം വേറെ ആർക്കുണ്ട്? അതെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ നമ്മൾ കാണുമ്പോൾ ജീവിതത്തിൽ കടന്നു വന്ന ഓരോരോ ബുദ്ധിമുട്ടുകളുടെ നടുവിലും തകർന്നു പോകേണ്ടതാ, തളർന്നു പോകേണ്ടതാ, ഇല്ലാതെ പോകേണ്ടതാ. പക്ഷെ അങ്ങനെയുള്ള ഒരു അബ്രഹാമിനെ അല്ല നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഈ വാക്യങ്ങളിൽ കാണുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ പകരപ്പെട്ടവനായി അതേ ആ ഒരു സന്തോഷത്തോടുകൂടെ ജീവിച്ച ഒരു വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. അതെ, നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ആ ദൈവസ്നേഹത്താലും സന്തോഷത്താലും നിറയപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരുപക്ഷെ നിങ്ങൾ പരാതിപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളായിരിക്കാം, ഇല്ലായ്മയുടെയോ വല്ലായ്മയുടെയോ ഒക്കെ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ അവയുടെ നടുവിൽ പോലും അവ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നടുവിൽ പോലും സന്തോഷം നഷ്ടപ്പെടാത്തവരായി, പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറുവാൻ തക്കതായി പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നമുക്കൊന്ന് അനുവദിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനായി ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടെ പറയുന്നു, പ്രത്യാശയോടുകൂടെ പറയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്നതായ ഈ സന്ദേശം കർത്താവേ, ഇന്ന് അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട് തങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നവരായ ആളുകൾക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, വാസ്തവമായിട്ടും ഞങ്ങൾ ഇവിടെ അവസാനം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ എന്നുള്ള വാക്യം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയും സ്ഥിരതയോടുകൂടിയുള്ള ദൈവവചനത്തിന് പഠനവും ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.